നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് LDF സർക്കാരിന് മൂന്നാമതും അധികാരത്തിൽ വരുവാനുള്ള സാധ്യത വിഫലമാകുവാനാണ് സാധ്യതയെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. വലിയൊരു മാറ്റത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടെന്നും UDF ആ രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ ബിസിനസ് കാരണമാണ് മൂന്നാം ഊഴം പ്രയാസകരമാകുമെന്ന് താൻ പറയുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. CPI നേതാവും മന്ത്രിയുമായ P. പ്രസാദിനെതിരെ താൻ പ്രചരണം നടത്തുമെന്നും സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസാദ് അനാവശ്യമായ പ്രസ്താവനകൾ നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചു. കഴിഞ്ഞ തവണ വലിയ അനുകൂല തരംഗമുണ്ടായിട്ടും പ്രസാദിന്റെ ഭൂരിപക്ഷം 6000 വോട്ടായി കുറഞ്ഞതായും സുധാകരൻ കൂട്ടിച്ചേർത്തു. താനൊരു ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്നും തന്നെ സഹായിക്കാൻ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ സ്വീകരിക്കുമെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. UDF പിന്തുണയെ സ്വാഗതം ചെയ്ത അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾ തൻ്റെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചതായും അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുവരെഴുത്തുകൾ വേണ്ട എന്ന് താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും തനിക്ക് വേണ്ടി പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോ കൺവെൻഷനുകളോ നിലവിലില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന നോമിനേഷൻ ഫോറങ്ങളിൽ നിരവധി അച്ചടി പിശകുകൾ ഉണ്ടെന്നും ആവശ്യത്തിന് സമയം ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കമ്മീഷൻ ധൃതി പിടിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. അവധി ദിവസങ്ങളിൽ പത്രിക സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന് സമയം നീട്ടി നൽകുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ലെ പല നേതാക്കൾക്കും പാർലമെന്ററി വ്യാമോഹമാണെന്നും സുധാകരൻ രൂക്ഷമായി വിമർശിച്ചു. 6 തവണ തുടർച്ചയായി മത്സരിക്കുന്നവർ വരെ പാർട്ടിയിലുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് അവർ വായിക്കണമെന്നും അദ്ദേഹം പരിഹസിച്ചു. നിയമസഭയിൽ ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ നടത്തുന്നവർ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മാധ്യമപ്രവർത്തകരുമായി സുധാകരൻ രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ പ്രവേശിക്കുന്നതും ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതും അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകർ കൃത്യമായ അജണ്ടയുമായാണ് വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.